വീഡിയോയിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമ്മൾ തുടങ്ങാം. ഇവിടെ കുറച്ച് ഗ്ലോബൽ അപ്ഡേറ്റ്സും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ വരുന്നത്. ഇസ്രായേലിന്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ IDF ഇന്ന് ഗാസയ്ക്കുള്ളിൽ സെൻട്രൽ ഗാസ ഭാഗത്ത് ഇവാക്യുവേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് സെൻട്രൽ ഗാസ ഭാഗത്തുള്ള ആൾക്കാർ ഒഴിഞ്ഞു പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അറ്റാക്ക് നടത്താൻ പോവുകയാണ് എന്നാണ് അതിന്റെ സൂചന. ഇതിപ്പം ഓൾറെഡി നോട്ടീസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇംഗ്ലീഷ് പ്ലസ് അറബിക് 2 ലാംഗ്വേജിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു പോകേണ്ടതാണ്. ഒരു മണിക്കൂറിന് മുമ്പ് വന്ന ഒരു അനൗൺസ്മെന്റ് ആണിത്. തികച്ചും ഇന്ന് വൈകുന്നേരം അഥവാ ഇന്ന് രാത്രി IDFന്റെ അറ്റാക്ക് സെൻട്രൽ ഗാസ ഭാഗത്തുണ്ടാവും. ഇനിയിപ്പോൾ നോക്കിക്കോ, ഇപ്പൊ ഇത് അനൗൺസ്മെന്റ് കൊടുത്തല്ലോ, ഇപ്പൊ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകത്തില്ല. ഇനിയിപ്പോൾ അറ്റാക്ക് നടന്നതിന് ശേഷം നോക്കിക്കോ, അവിടെ കാഷ്വാലിറ്റി ഉണ്ടാവും. ഇതുപോലെ ഇസ്രായേൽ ഇതേപോലെ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളായിരിക്കും ഇനി പുറത്തു വരുന്നത്. ഓൾറെഡി അനൗൺസ്മെന്റ് കൊടുത്തേ, നമ്മളിപ്പോൾ അനൗൺസ്മെന്റ് കൊടുത്തിരിക്കുന്ന വാർത്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവർക്ക് കൃത്യമായ സമയമുണ്ട് അവിടെ നിന്ന് മാറിപ്പോവാൻ. ഈ ഗാസ എന്ന് പറഞ്ഞാൽ വലിയ അത്ര കടന്നു പോകാൻ പറ്റാത്ത അത്ര വലിയ സിറ്റി ഒന്നുമല്ല. ഈ ഗാസ എന്ന് പറഞ്ഞാൽ ചെറിയൊരു 50 കിലോമീറ്റർ നീളവും 40 കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ചെറിയ സ്ഥലമാണ്. എളുപ്പത്തിൽ അവിടെ നിന്ന് മാറാവുന്നേ ഉള്ളൂ. ഇനിയിപ്പം അവിടെ ചിലപ്പോൾ തീവ്രവാദികളായിരിക്കും ഇനി അവിടെ ഉണ്ടാകുക. ഇനി അവർ മാറത്തില്ല. ഇനിയിപ്പോൾ അറ്റാക്ക് നടന്നതിന് ശേഷം സിവിലിയൻ കാഷ്വാലിറ്റിയുമായിട്ട് മുന്നോട്ട് വരും. ഇരവാദം അതൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ ഒരു സ്ഥിരം സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജോർദാനിൽ 3 അമേരിക്കൻ മിലിറ്ററി പേഴ്സണൽസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ ഡ്രോൺ അറ്റാക്ക് മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് വിലയിരുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ US വളരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ ജോർദാനിലുള്ള USന്റെ ബേസിലാണ് ഈ ഒരു അറ്റാക്ക് നടന്നിരിക്കുന്നത്. ഈ വിഷയത്തെ ചൊല്ലി ജോർദാന്റെ ഉള്ളിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ജോർദാന്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, അവിടെ ജോർദാനിലുള്ളത് മൊത്തം പാലസ്തീനികളാണ്. ഒരു 60% ആൾക്കാർ പാലസ്തീനികളാണ്. അപ്പൊ അവർ തീർച്ചയായിട്ടും ഇമാതിരിയുള്ള അറ്റാക്കുകൾ നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇത് ഈ തീവ്രവാദം കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിലുള്ള പണിയല്ല ഇത്. US ഇന്നലെ ഹൂത്തികളുടെ കമാൻഡ് സെന്റർ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് യമനിലുള്ള ഹൂത്തികളുടെ കമാൻഡ് സെന്ററിലേക്ക് മിസൈൽ വിട്ട് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് US ട്രൂപ്പ്. അത് അവര് പല തവണയായിട്ടുള്ള ഈ ഒരു ചെറിയ ചെറിയ അറ്റാക്കുകൾക്ക് പ്രതികാരമായിട്ടാണ് ഇത് ചെയ്തു തുടങ്ങുന്നത്. ഏതുവരെ പോകും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് അറ്റാക്കാണ് ചെയ്തിരിക്കുന്നത്. ഹൂത്തികൾ വളരെ വലിയ പ്രതിഷേധവുമായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹൂത്തികൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു സംഘടനയാണ്. കാരണം അവർ ഏറ്റവും കൂടുതൽ അടി മേടിച്ചിട്ടില്ല. അവർ കുറെ ഇങ്ങോട്ട് ചെറിയ ചെറിയ മിസൈലുകൾ വിട്ടിങ്ങനെ ബാലിസ്റ്റിക് മിസൈലുകൾ വിട്ടിങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നല്ല രീതിയിലുള്ള വെല്ലുവിളിയും നടത്തുന്നുണ്ട്. പിന്നെ ഈ ഹിസ്ബുള്ള വാങ്ങിച്ച കണക്കോ ഹമാസ് വാങ്ങിച്ചു കൂട്ടിയ കണക്കോ അല്ലെങ്കിൽ സിറിയയിൽ മേടിച്ചു കൂട്ടിയ കണക്കോ അടിയൊന്നും ഇവർ മേടിച്ച് കൂട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും അവർക്കെതിരെ വൈകാതെ തന്നെ ഇസ്രായേൽ ഒരു പോക്കങ്ങ് പോകുന്നുണ്ട്. അമേരിക്കയുടെ ഇന്റലിജൻസിന്റെ അതായത് CIA പ്രതിനിധി ഖത്തർ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഖത്തറിലെ അമീറിനെ കണ്ട് സംസാരിച്ചു. അതായത് ഈ ഒരു ബന്ദികളുമായിട്ടുള്ള ഡീൽ ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ട് പോകുന്നതിനെ കുറിച്ച് വല്ലാത്തൊരു ആശങ്കയിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. ഖത്തറിനോട് കർശനമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ ഒരു ബന്ദികളെ വിട്ടുകിട്ടാനുള്ള സാഹചര്യം എത്രയും വേഗം ഒരുക്കുക എന്നുള്ളതാണ്. കാരണം CIA അവരുടെ കസ്റ്റഡിയിൽ ഇരുന്ന ആൾക്കാരെ റിലീസ് ചെയ്ത് വിട്ടിട്ട് ഇവർ ഇത്രമാത്രം ഇവിടുന്ന് മൽപ്പിടുത്തം പിടിക്കുന്നത്. ഇപ്പൊ അവർ ഇസ്രായേലിനെയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അതായത് ഇസ്രായേലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അമ്പിനോട് വില്ലിനോട് അടുക്കാത്തത് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ശരിക്കുമുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസ് പാർഷ്യലി വിഡ്രോ ചെയ്യാന്നാണ് പറയുന്നത്. അതായത് കുറച്ച് വിടാം, അതിനനുസരിച്ചുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പൂർത്തിയാവുന്നതനുസരിച്ച് വീണ്ടും വിടാം എന്നുള്ള രീതിയിൽ. അതിന് ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. ഇസ്രായേലിന്റെ ഉള്ളിൽ ഹോസ്റ്റേജസ് ആയിട്ട് ഇരുന്ന ആൾക്കാർ പോലും, അതായത് ആദ്യമേ പിടിക്കപ്പെട്ടിട്ട് കുറച്ച് ആൾക്കാരെ അവർ റിലീസ് ചെയ്തല്ലോ, അതിൽപ്പെട്ട ഹോസ്റ്റേജുകൾ പോലും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഹോസ്റ്റേജ് റിലീസ്, അതായത് ഈ ബന്ദികളെ വിടുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വിടുക, അതിനുവേണ്ടി മാത്രമേ ഈ ഡീലിൽ ഒപ്പുവെക്കാവൂ. അല്ലാതെ പാർഷ്യലി വിത്ഡ്രോ ചെയ്തുകൊണ്ടുള്ള ഒരു ഡീലിൽ ഒപ്പുവെക്കരുത് എന്നാണ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററിന്റെ മുകളിൽ ഇവർ സമ്മർദ്ദം ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ ഉടനെ പോയി സൈൻ ചെയ്ത് പാർഷ്യലി ബന്ദികളെ മോചിപ്പിക്കാൻ തീരുമാനിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇതാണ് ഈ ഒരു ഡീലിൽ നടക്കുന്ന ഒരു പ്രശ്നം. പിന്നെ ഹമാസിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹമാസ് അവിടെ ഈ ഒരു IDF ഗാസയിൽ തുടരുന്നതിന് ഹമാസിന് വിഷയമില്ല. കാരണം അവിടെ ഇനി ഹമാസിന്റെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ഇവരെ മറ്റുള്ള ബ്രിഗേഡുകളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഈ ഗാസയ്ക്കുള്ളിൽ IDF തുടരുന്നില്ലെന്ന് അവർക്ക് വലിയ വിഷയമല്ല. വാർ അവസാനിപ്പിക്കണമെന്ന് അവർ പറയുന്നില്ല. ഇവർക്ക് വേണ്ടപ്പെട്ട ചില ആൾക്കാർ ഇസ്രായേലിന്റെ ഉള്ളിൽ ജയിലിൽ കഴിയുന്നുണ്ട്. അവരെ ഘട്ടം ഘട്ടമായി അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീവ്രവാദികളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഹമാസ് ഈ ഒരു നാടകം മൊത്തം കളിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മർവാൻ എന്ന് പറഞ്ഞ വ്യക്തി. അയാളെ വിട്ടുകിട്ടാനാണ് ഏറ്റവും കൂടുതൽ ഹമാസ് ആഗ്രഹിക്കുന്നത്. കാരണം ഗാസയ്ക്കുള്ളിൽ ഒരു റെപ്രസെന്റേറ്റീവ് അവർക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ സോ കോൾഡ് നേതാക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ നേതാക്കൾക്കൊന്നും, മിഷാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊന്നും ഗാസയിൽ വന്ന് പോരാടാനൊന്നും ഒരു സമയമില്ല, അതിനുള്ള സാഹചര്യമില്ല, അതിനുള്ള മാനസികാവസ്ഥയില്ല എന്നുള്ളതാണ്. അവരിങ്ങനെ പാറിപ്പറന്ന് $1 മില്യൺ മേടിച്ച് കളിച്ച് നടക്കുകയാണ്. ഇവിടെ പാവങ്ങൾ ഇരയായിട്ട് ഇവിടെ കിടന്ന് മരിച്ചു വീഴുന്നുണ്ട്. ഇസ്രായേലിന്റെ തോക്കിൻ മുനയിൽ കിടന്ന് പെടാപ്പാട് വിടുകയാണ് ഇവിടെ കുറെ. എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാതെ, തിരിച്ചറിവില്ലാതെ പെട്ട അവസ്ഥയിലാണ് ഈ ഹമാസിന്റെ ഉള്ളിൽ കടന്ന് പോരാടുന്ന ലാസ്റ്റ് ഗ്രേഡ് തീവ്രവാദി. നെതന്യാഹുവിന്റെ 4ാമത്തെ ദിവസത്തെ ഇന്ററോഗേഷൻ, അതായത് ട്രയലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പുള്ളിയുടെ ഒരു
കറപ്ഷൻ കേസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കേസിൽ കൃത്യമായിട്ടുള്ള തെളിവുകളും അതിലുള്ള മൊഴിയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ എക്സ്പ്ലനേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നെതന്യാഹു. മിക്കവാറും ഈ ഒരു ആഴ്ചയോടുകൂടി ഈ ഒരു കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്നാണ് കരുതപ്പെടുന്നത്. ദ്രുതഗതിയിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് കാനഡയിലെ വിഷയമാണ് കേട്ടോ. കാനഡയിലെ വിഷയം എന്ന് പറഞ്ഞാൽ പക്കാ കോമഡിയാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ കാനഡയിലെ ജനങ്ങൾ ഈ കാനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോയെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല രീതിയിലുള്ള ജോക്കറായിട്ടാണ് കരുതിയിരിക്കുന്നത്. അപ്പൊ ഈ ട്രംപിന്റെ കൂടെ ഇരുന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ട്രംപ് ഒരു ജോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന നിലയിൽ വന്നിട്ട് ട്രംപ് ജോക്കായിട്ട് പറഞ്ഞാലും ട്രംപ് ഒരു തമാശയ്ക്ക് പറഞ്ഞാലും അത് ആഗോളതരത്തിലൊരു വാർത്തയായി എന്നുള്ളതാണ് വലിയ പ്രാധാന്യം നൽകുന്നത്. ഏതാണ് ഈ കാനഡയെ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് US അങ്ങ് ജോയിൻ ചെയ്യിപ്പിച്ചേക്കുന്നത്, ലയിപ്പിച്ചേക്ക് എന്ന് പറഞ്ഞില്ലേ, അത് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഇയാൾക്ക് മാറിയിരിക്കുകയാണ്. ആർക്ക്? നമ്മുടെ ട്രൂഡോയ്ക്ക്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫിനാൻസ് മിനിസ്റ്റർ, ഈ ട്രൂഡോയുടെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ, ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡറി പ്രൈം മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലുള്ള ലേഡി അവർ രാജിവെച്ചിരിക്കുകയാണ്. അവർ രാജിവെച്ചത് എന്തുകൊണ്ടാണെന്ന് വളരെ വ്യക്തമാണ്. കാരണം ഇനി ഒരു മാസത്തിൽ താരിഫ് ഒക്കെ ഹൈക്ക് ആകാൻ പോവാണ്, 25% ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പോവാണ് US ഭാഗത്ത് നിന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തിന് പിടിച്ചേർത്താൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ അവിടെ വല്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ തന്നെ ആൾക്കാർക്ക് ശരിക്കും താമസിക്കാനുള്ള വീടും അങ്ങനത്തെ പരിപാടികളൊക്കെ വളരെ ഷോർട്ടേജ് ആണ് അവിടെ. ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലാണ് അവിടെ കാനഡ മുന്നോട്ട് പോകുന്നത്. ഈ ഫിനാൻഷ്യൽ മിനിസ്റ്റർ റിസൈൻ ചെയ്തതോടുകൂടി തന്നെ ട്രൂഡോയുടെ മേളിൽ, ജസ്റ്റിൻ ട്രൂഡോയുടെ മേളിൽ നല്ല രീതിയിലുള്ള, കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോയുടെ മേളിൽ നല്ല രീതിയിലുള്ള സമ്മർദ്ദം വരുന്നുണ്ട്. ആ സമ്മർദ്ദം എന്തിനാണെന്ന് പറഞ്ഞാൽ രാജിവെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇനി മാർച്ച്, ഇനി അങ്ങോട്ട് തണുപ്പ് കാലമാണ്. ഈ തണുപ്പ് കാലത്ത് ഈ ഗവൺമെന്റിനെ, സർക്കാരിനെ അങ്ങ് പിരിച്ചുവിട്ടിട്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ചാലഞ്ചുള്ള കാര്യമാണ്. ആൾക്കാരും വോട്ട് ചെയ്യാനൊന്നും വരത്തില്ല, അത്ര തണുപ്പായിരിക്കും അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തൽക്കാലമായിട്ട് പറയുന്നത് ട്രൂഡോ 2 വിഷയങ്ങളാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഞാൻ രാജിവെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മിനിസ്ട്രി അങ്ങ് പിരിച്ചുവിടാം. ഈ മിനിസ്ട്രി പിരിച്ചുവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസഭ പിരിച്ചുവിടാന്നാണ് പറയുന്നത്. മന്ത്രിസഭ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ബില്ലോ ഒന്നും തന്നെ, ഒരു നിയമം ഒന്നും പാസ്സാക്കാൻ പറ്റില്ല. ഒരു ഡമ്മി പ്രൈം മിനിസ്റ്റർ ആയിട്ട് അവിടെ തുടരാം, ഒരു കാവൽക്കാരനായിട്ട് പേരിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോകാനോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കാനോ, ആ രീതിയിൽ ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കാമല്ലോ, ഞാനാണ് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ഫോൺ എടുക്കാനുള്ള രീതിയിൽ മന്ത്രിസഭ പിരിച്ചുവിട്ടിട്ട് ഒരു മാർച്ച് വരെ ഇങ്ങനെ തന്നെ തുടരാം. അപ്പൊ മാർച്ച് കഴിയുമ്പോഴത്തേക്കും കാലാവസ്ഥയ്ക്ക് ഒരു ചേഞ്ച് വരും, വീണ്ടും അടുത്ത ഇലക്ഷനിലോട്ട് പോകാം. ആ രീതിയിലാണ്. 2 ഗ്രൂപ്പുകളാണ്. അതിൽ 60ഓളം MP രാജിവെച്ചോ എന്നാണ് പറയുന്നത്. നീ ഇനി അങ്ങ് തുടരണ്ട, നീ അങ്ങ് രാജിവെക്കുന്നതാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല. നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യനെ ജസ്റ്റ് മിമിക്രിയിൽ മാത്രം കാണിക്കുന്ന പോലെ അല്ല അവിടെ റോട്ടിൽ ഇറങ്ങിയാലും ആൾക്കാർ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്, നീ റിസൈൻ ചെയ്യുന്നില്ലേ, നീ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്, നാടിങ്ങനെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിയിട്ട് നീ എന്തിങ്ങനെ നടക്കുന്നത്, റിസൈൻ ചെയ്യുന്ന ആൾക്കാർ ചോദിക്കും. അവിടെ ചോദിക്കുന്നുണ്ട്. അയാൾക്കൊരു ഷോപ്പിൽ പോലും കയറാൻ പറ്റത്തില്ല ഉള്ള അവസ്ഥയാണ്. ആ രീതിയിലാണ് ആൾക്കാർ ചോദ്യം ചോദിക്കുന്നത്. സാധാരണക്കാരൻ വരെ ചോദിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള മോക്കറിയാണ് മൊത്തത്തിൽ നടക്കുന്നത്. കാനഡയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ അല്ല എന്നാണ് ട്രൂഡോയെ കുറിച്ചുള്ള വിലയിരുത്തൽ പൊതുവിൽ. അപ്പൊ എന്തായാലും ഇപ്പൊ ഇതില് ജഗ്മീത് സിംഗ് എന്നുണ്ടല്ലോ, ഈ ഒരു ഖാലിസ്ഥാനികളുടെ പാർട്ടി ആയിട്ടുള്ള ജഗ്മീത് സിംഗ്, ആ ജഗ്മീത് സിംഗിന് 4 വർഷം പൂർത്തിയായിട്ടില്ല. അപ്പൊ 4 വർഷം പൂർത്തിയായാൽ മാത്രമേ പുള്ളിക്ക് പെൻഷൻ എലിജിബിൾ ആവുള്ളൂ. അതായത് ഈ മിനിസ്റ്റർ എന്നുള്ള നിലയിലുള്ള പെൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 4 വർഷം മിനിമം അവിടെ സെർവ് ചെയ്യേണ്ടതുണ്ട്. ആ 4 വർഷം അവിടെ സെർവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പുള്ളി എങ്ങനെയാലും ഇതൊന്ന് വലിച്ചു നീട്ടി കൊണ്ടുപോകാം. അതായത് മന്ത്രിസഭ പിരിച്ചുവിടണ്ട, ഇലക്ഷൻ ഇപ്പൊ നടത്തണ്ട, മാർച്ച് വരെ ഇങ്ങനെ പോട്ടെ. അപ്പൊ മാർച്ച് കഴിയുമ്പോൾ പുള്ളി എലിജിബിൾ ആവും, 4 വർഷം പൂർത്തിയാവും. അതിനുവേണ്ടി ജഗ്മീത് സിംഗ് അങ്ങ് ട്രൂഡോയുടെ കാലം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. 60 മെമ്പർ ഓഫ് പാർലമെന്റ്, അതായത് ഹൗസ് ഓഫ് കോമൺസ് എന്നാണ് അവിടെ പറയുന്നത്. ഈ 60 മെമ്പേഴ്സ് ഓഫ് ഹൗസ് ഓഫ് കോമൺസിലുള്ള ആൾക്കാർ മൊത്തം ഇയാളെ പുറത്താക്കണം എന്നാണ് പറയുന്നത്. നീ വിട്ടോ, എന്തിനാണ് ഇവിടെ, ആ രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ ട്രൂഡോയുടെ സപ്പോർട്ട് നിരുപാധികം അവിടെ കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ട്രൂഡോ ഏത് നേരവും രാജിവെച്ചേക്കാം എന്നുള്ള അവസ്ഥയാണ്. ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ഇട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പം രാജിവെക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ടാവാം. പക്ഷെ എന്നാലും ഈ ഒരു തണുപ്പ് കാലാവസ്ഥയും ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതി കനേഡിയൻ പാർലമെന്റ് എടുത്തിരിക്കുന്ന തീരുമാനം ഒരു പക്ഷേ ഒരു ഫെബ്രുവരി മാർച്ച് വരെ നീണ്ടുപോയേക്കാം. അങ്ങ് അറ്റം പോയ ഫെബ്രുവരി മാർച്ച്, അതിനുള്ളിൽ ട്രൂഡോയുടെ കഥ കഴിയുന്നു എന്നുള്ളതാണ്. റഷ്യയിൽ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. അതായത് റഷ്യയിൽ ഒരു ജനറൽ, അതായത് ഈ ഒരു രാസായുധം നിർമ്മിക്കുന്ന ആ ഒരു മേഖലയും കൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു ജനറൽ, ആർമിയുടെ വളരെ വലിയ ഉദ്യോഗസ്ഥനാണ്. അയാളെ ടാർഗറ്റ് അറ്റാക്ക് ചെയ്ത് വധിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. അതായത് അയാളുടെ വസതിയിൽ നിന്ന് ഇറങ്ങി കാറിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ഇലക്ട്രിക് ബൈക്ക് പൊട്ടിത്തെറിക്കുകയാണെന്നുള്ളതാണ് ആ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഇതിൽ ഉക്രൈൻ ഇത് ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ ഉക്രൈനാണ് ഈ ഒരു ടാർഗറ്റ് കില്ലിംഗ് ചെയ്യുന്നത് എന്നുള്ളത് പരക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഉക്രൈൻ അതായത് വേലി പോകുന്ന എന്തിനെയോ എടുത്ത് വിടുമെന്ന് പറയുന്നില്ലേ, ആ രീതിയിലാണ് ഉക്രൈൻ ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പുട്ടിന്റെ വായ്ക്കകത്ത് കോലിട്ടിളക്കുന്ന പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ച് നല്ല രീതിയിൽ കിട്ടും. പുട്ടിൻ ആകെ തലയും മാലും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഏത് രീതിയിലും ഉക്രൈന്റെ മേളിൽ ഒരു വൻ അറ്റാക്ക് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഏത് രീതിയിലുള്ള പ്രതികാരമായാലും ശരി തന്നെ, ഈ ഒരു ടാർഗറ്റ് അറ്റാക്ക്, ഈ ഒരു ടാർഗറ്റഡ് കില്ലിംഗ് എന്ന് പറയുന്നത് UN ഭാഗത്ത് നിന്ന് നിരോധിച്ചിരിക്കുകയാണ്. ഇത് ഉക്രൈനെതിരെ UN ഇതുവരെ ഒരു വിഷയവും പറഞ്ഞിട്ടില്ല.
ഉക്രൈൻ ശരിക്കും പറഞ്ഞാൽ യുക്രൈൻ ചെയ്തത് ഇതൊരു വാർ ക്രൈമാണ്. ആ രീതിയിൽ തന്നെയാണ് കണക്കാക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ UN ഇതുവരെ ഒരു ശബ്ദവും ഉയർത്തിയിട്ടില്ല എന്നുള്ളതാണ്. UN ഒക്കെ വൺ സൈഡ് മാത്രം നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ് നോക്കുന്നത്. ഇപ്പൊ ഇതേ സംഭവം റഷ്യ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് സംഗതി വേറെ ആയിരിക്കും. ഈ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ റഷ്യയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. പല രീതിയിലുള്ള രാസായുധങ്ങൾ, അതേപോലെ പുതുതായിട്ട് കണ്ടുപിടിക്കപ്പെടുന്ന വെപ്പൺസ്, ഇതിനൊക്കെ നല്ല രീതിയിലുള്ള പരീക്ഷണങ്ങളും ഇതിന്റെ റിസർച്ച് അനാലിസിസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അയാളെയാണ് കൊന്നിരിക്കുന്നത്. ഇഗോർ കിരിലോവ് എന്നാണ് അയാളുടെ പേര്. ഈ ഒരു വ്യക്തിയാണ് അവിടെ വധിക്കപ്പെട്ടിരിക്കുന്നത്. ആഗോള തലത്തിൽ തന്നെ റഷ്യയ്ക്കും റഷ്യയുടെ ഇന്റലിജൻസിനും ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് ഇത് കരുതപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ജർമ്മനിയിൽ ഒരു റീ ഇലക്ഷന്റെ സാധ്യത നടക്കുന്നുണ്ട്. കാരണം അവിടെ ഈ സ്കോൾഡ് എന്ന് പറഞ്ഞ അവിടുത്തെ പ്രൈം മിനിസ്റ്ററെ ഈ നോ കോൺഫിഡൻസ് വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടിരിക്കുകയാണെന്നുള്ളത്. 217 വോട്ടുകൾ അയാളെ അനുകൂലിച്ചും 397 വോട്ടുകൾ അയാൾക്കെതിരെയുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചത് ഏതാണ്ട് ഈക്വൽ, ഹാഫ് ആൻഡ് ഹാഫ്. ഏതാണ്ട് 397 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 400 വോട്ടുകളാണ്. അപ്പം 200 പ്ലസ് ഏതാണ്ട് നിയർലി 400 ആ റേഞ്ചിലാണ് വോട്ട് മേടിച്ച് അയാൾ നിരുപാധികം പരാജയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ സർക്കാർ വീഴുകയാണ്. ഇനി പുതിയ പ്രൈം മിനിസ്റ്റർ വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ജർമ്മനി അടുത്ത ഇലക്ഷനിലോട്ട് പോകാണെന്നുള്ളതാണ് നമുക്ക് കരുതേണ്ടത്. പല രാജ്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി ഫ്രാൻസിന്റെ പ്രൈം മിനിസ്റ്റർ അവിടെ ഇതേപോലെ തന്നെ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ജോർജിയയിൽ പുതിയൊരു പ്രസിഡന്റിനെ എടുത്ത സമയം ഒരു ഫുട്ബോൾ പ്ലെയർ, അയാളും ഈ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് യാതൊരു പ്രോഗ്രസും ഉണ്ടാക്കാത്തതുകൊണ്ട് വീണ്ടും അവിടെ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുകയാണ്. അതായത് നിങ്ങൾ റഷ്യയോട് സോവിയറ്റ് ചായ്വാണ് കാണിക്കുന്നുണ്ടെങ്കിൽ കളി മാറും എന്നാണ് ഈ ജനങ്ങൾ വീണ്ടും പോയി പറയുന്നത്. വീണ്ടും അവിടെ ഒരു പ്രക്ഷോഭം ചെറിയൊരു തോതിൽ തുടങ്ങി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഏതാണ്ട് 2028 വരെ ഈ പ്രസിഡന്റിന് ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ടാണ് അവിടെ ഈ ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ വീണ്ടും ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ആകെ കൂടെ ഗ്ലോബലി ഒരു അൺസർട്ടനിറ്റി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ അൺസർട്ടനിറ്റി പൊതുവെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. അതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏറ്റവും കൂടുതൽ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.